राघव राम श्रीरघुराम सीताभिराम सीताभिराम രാജാതിരാജനായിരു ലോകത്തിൽ വാഴുന്ന രാമ രാമ വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്നൊരഹല്ലിക്കു മോക്ഷം കൊടുക്കുന്ന രാമനല്ലേ. നമസ്കാരം. എൻ്റെ ഈ പാട്ടും ഈ വേഷവിധാനമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല ഇന്നത്തെ പ്രത്യേകത. അതെ, ഇന്ന് രാമായണ മാസമാണ്, അതായത് കർക്കിടകം 1. രാമായണ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതൊരു പുണ്യമാസമാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര അധികം സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് വ്ലോഗ് ഇടുന്നത്. നിങ്ങൾ അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. അതിനകത്ത് മനസ്സിലാവും ഞാൻ ഇതുമായിട്ട്, അതായത് കർക്കിടക മാസമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത്. കർക്കിടക മാസത്തിൽ ഞാൻ മൈലാഞ്ചി ഇടുന്നൊരു വ്ലോഗായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണെങ്കിൽ ഞാൻ അധികം ആൾക്കാർക്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുത്തിരുന്നില്ല, സ്റ്റാറ്റസോ സ്റ്റോറിയോ ഒന്നും ഇട്ട് നമ്മൾ കൊടുത്തിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തതായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഇട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ട്സ് ആരോ കണ്ട്, അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്താണ് ഇത് ആദ്യം വന്നത്. അതിനു മുമ്പ് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഞാൻ ഡാൻസ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആസ് എ വ്ലോഗ് ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇടുന്നത്. അപ്പോൾ ഇന്ന് ഏകദേശം ആ ഒരു സമയമായി, അതായത് ഒരു വർഷമായി ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത്രയും നാളെ എൻ്റെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. കാരണം ഇന്ന് കർക്കിടക മാസമല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് സ്ഥിരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി ഒരു പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലത്താണ്. ഇത് ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് വശമാണ്, അപ്പോൾ അവിടെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് നേരത്തെ എടുക്കാനൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ മഴയായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുടയൊക്കെ വെച്ച് കുറച്ചെടുത്തു. അപ്പം മഴ മാറിയ നേരത്തെ ഞാൻ വീണ്ടും ഒന്നും കൂടി എടുക്കുകയാണ്. കാരണം എനിക്കിത് ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ മഴയാണെങ്കിലും സാരില്ല എന്ന് വിചാരിച്ച് വന്നത്. അപ്പോൾ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൂടെ ഒരു പുണ്യമാസമാണെന്ന്. പക്ഷെ പഴമക്കാരൊക്കെ ഇതിനെ ഒരു പഞ്ഞമാസം എന്നാണ് പറയാറ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പഴയ ആൾക്കാരൊക്കെ കൃഷി ചെയ്താണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് കർക്കിടക മാസത്തിൽ നല്ല മഴയായിരിക്കും. അപ്പോൾ മഴയുടെ സമയത്തൊന്നും അവർക്ക് കൃഷിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് അവരുടെ കുടുംബത്തിൽ ഭയങ്കര ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ആയിരിക്കും. കാരണം കിട്ടുന്ന പൈസ കൂട്ടി വെച്ച് ചിലവ് ചുരുക്കിയാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ വരുമ്പോഴാണ് അവരതിനെ ഒരു പഞ്ഞമാസമായിട്ട് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് കർക്കിടകത്തിനെ എങ്ങനെ വരവേൽക്കാമെന്ന് നമുക്ക് ആദ്യം കേൾക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഥുന മാസത്തിലെ ലാസ്റ്റ് ദിവസം ആണ് നമ്മൾ പറയുന്നത് കർക്കിടക സംക്രാന്തി. അപ്പോൾ ആ ദിവസം നമ്മൾ ഏട്ടാ ഭഗവതീനെ എടുത്ത് കളഞ്ഞ് ശീബോധി വെക്കാന്നാണ് പറയുന്നത്. ശീബോധി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ ഭഗവതീനെ തന്നെയാട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ നന്നായി വൃത്തിയാക്കി നമുക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ പരിസരമൊക്കെ നന്നായി വൃത്തിയാക്കും. എന്നിട്ട് നമ്മൾ ശീബോധി വെക്കും, ശ്രീ ഭഗവതീനെ കുടിയിരുത്തും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം ആകുമ്പോൾ തന്നെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര തിരക്കായിരിക്കും. നാളെ കർക്കിടകമാണല്ലോ, അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് വീടൊക്കെ വൃത്തിയാക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ കർക്കിടക മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം 1-ാം തീയതി രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കും. എന്നിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് രാമായണം പാരായണം ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗണപതി സ്തുതിയാണ് ചെയ്യുന്നത്, എന്നിട്ടാണ് രാമായണം പാരായണം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബ്രഹ്മ മുഹൂർത്തത്തിലൊന്നും എണീറ്റില്ലെങ്കിലും പതിവിലും നേരത്തെ ഞാൻ ഇന്ന് എണീറ്റു. എന്നിട്ട് പ്രാർത്ഥിച്ചു, വിളക്കൊക്കെ വെച്ചു. അപ്പം ഞാനും അമ്മയും ഒരുമിച്ചാണ് രാമായണം വായിക്കുന്നത്. അപ്പോൾ അമ്മ ആദ്യം കുറച്ച് വായിച്ചു, അതിനുശേഷം പിന്നെ ഞാനും വായിച്ചു. പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ അവസാനം ആഡ് ചെയ്യാം കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ മനസ്സും ശരീരവും ഒക്കെ നല്ല ശുദ്ധിയായിട്ട് വെക്കണമെന്നാണ്. അത് എല്ലാം അങ്ങനെ പ്രത്യേകിച്ചൊരു മാസം എന്നില്ല, എപ്പോഴും നമ്മൾ ശുദ്ധിയായിട്ട് വെക്കണം. പക്ഷെ ഞാൻ എടുത്ത് പറയാനുള്ള കാരണമാണ് കർക്കിടക മാസം ഒരു പുണ്യമാസമാണല്ലോ, അതുകൊണ്ട്
പിന്നെ പറ്റുന്നിടത്തോളം നമ്മൾ കർക്കിടക മാസത്തിൽ ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം. അതിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് നാലമ്പല ദർശനം. ആദ്യം തന്നെ നമ്മൾ ശ്രീരാമക്ഷേത്രമായിട്ടുള്ള തൃപ്രയാറാണ് പോകേണ്ടത്. അതിനുശേഷം ഭരതൻ്റെ അമ്പലമായിട്ടുള്ള കൂടൽ മാണിക്യം ക്ഷേത്രം, അതിനുശേഷം മൂന്നാമതായിട്ട് ലക്ഷ്മണൻ്റെ അമ്പലമായിട്ടുള്ള മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രമുണ്ട്. നാലാമത് പായമ്പല ക്ഷേത്രം, അത് ശത്രുഘ്നൻ്റെ അമ്പലമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോകേണ്ടത്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയാൽ മതി കേട്ടോ. 10 പുഷ്പങ്ങൾ ചൂടും, ദശപുഷ്പം എന്നാണ് പറയുന്നത്. ഈ 10 പുഷ്പങ്ങളെ നമ്മൾ 10 ദേവന്മാരായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് നിറച്ചും വയലും തൊടിയൊക്കെ ഉള്ളപ്പോൾ ഈ പുഷ്പങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഏതാണോ നമുക്ക് കിട്ടുന്നത് ആ പുഷ്പം എടുക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ ഞാൻ തപ്പി നടന്ന് വഴിയിലൊക്കെ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് മുക്കൂറ്റിയാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മുക്കൂറ്റി തന്നെയാണ് കിട്ടിയത്. അപ്പോൾ മുക്കൂറ്റി പറിച്ചിട്ടുണ്ട്. അപ്പോൾ മുക്കൂറ്റി ഞാൻ തലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഈ മുക്കൂറ്റി അരച്ച് നമ്മൾ തൊടുന്നതും ഭയങ്കര നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അതിനാൽ കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി ഉണ്ടാകും. പണ്ടൊക്കെ നമ്മൾ വീട്ടിലാണ് ഔഷധക്കഞ്ഞി ഉണ്ടാക്കാറ്. കുറേ ഉലുവ, ആശാളി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാറ്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. എൻ്റെ വീട്ടിലൊന്നും ഇപ്പം ഉണ്ടാക്കാറില്ല. പക്ഷെ പണ്ട് അമ്മാമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഔഷധക്കഞ്ഞി കഴിക്കുന്നത്. അത് ഇന്നാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ഇന്ന് അമ്പലത്തിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പൊക്കെ അമ്പലത്തിൽ അതൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ ഇന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസം കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, കാരണം മരുന്നൊക്കെ അല്ലേ. അപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ ഇത്തിരി ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്, നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പറ്റുവാണെങ്കിൽ ഇത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പഴമക്കാരൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും. അതൊക്കെയാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. അവരിപ്പോഴും ഭയങ്കര ഉഷാറായിട്ട് നടക്കുന്നതിൻ്റെ രഹസ്യമൊക്കെ അതാണ് കേട്ടോ. പിന്നെ ഉള്ളത്, നമ്മൾ കർക്കിടക മാസത്തിൽ ആദ്യത്തെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ മൈലാഞ്ചി ഇടും. അപ്പം പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ മൈലാഞ്ചി ഇല അരച്ച് അമ്മീമ അരച്ച് ആണ് കയ്യിലിടാറുള്ളത്. പക്ഷെ ഇപ്പം നമുക്ക് അതിനൊന്നുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ട്യൂബൊക്കെ അവൈലബിൾ ആണല്ലോ മൈലാഞ്ചിയിൽ. ഇപ്പം എല്ലാവരും മൈലാഞ്ചി ട്യൂബൊക്കെ വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ്. നമ്മൾ അങ്ങനെ ഇടണം എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ രാമായണം വായിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ രാമായണം വായിക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം അപ്പോൾ നമുക്ക് വായിക്കാം. ഇപ്പോൾ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉച്ച സമയം അപ്പോഴൊക്കെ വായിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ത്രിസന്ധ്യ നേരത്ത് നമ്മൾ വായിക്കാൻ പാടില്ല. അതാണ് ഒരു ഐതിഹ്യം ഇതിൻ്റെ. അപ്പോൾ ബാക്കി ഏത് സമയമാണോ നിങ്ങൾക്ക് സൗകര്യം നിങ്ങൾക്ക് വായിക്കാം കേട്ടോ. വായിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടുകാർക്കും നമുക്കുമൊക്കെ മനസ്സിനൊരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും വായിക്കുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാസം ഒരു പുണ്യമാസമാണല്ലോ. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ കഴിവതും മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കണം. കാരണം ഇതൊരു പുണ്യമാസം എന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കഴിവതും നമ്മൾ വെജിറ്റബിൾസും ഇലവർഗ്ഗങ്ങളൊക്കെയാണ് കൂടുതലും കഴിക്കാറ്. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ച് അറിവൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഭയങ്കര വ്യൂസോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കർക്കിടക മാസം ഞാൻ ആശംസിക്കുകയാണ്. എന്താ പറയുക, എല്ലാവർക്കും നല്ല ശാന്തിയും സമാധാനവും ഒക്കെ ആവട്ടെ. എല്ലാവരും നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഒക്കെ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ മുക്കുറ്റി പറിക്കാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ മുക്കുറ്റി മാത്രമാണ് കിട്ടാറ്, അല്ലാതെ നമുക്ക് ദശപുഷ്പമൊന്നും കിട്ടാറില്ല. പിന്നെ ഞങ്ങളുടെ സർപ്പക്കാവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള വഴിയിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ പറിക്കാറ്. ഞങ്ങളിങ്ങനെ തപ്പി നടക്കാണ് മുക്കുറ്റി. അപ്പോൾ അമ്മ ദേ കണ്ടുപിടിച്ചു. അപ്പോൾ ദേ അവിടെ കാണുന്നുണ്ട്. അവിടെ കാണുന്നൊരു മഞ്ഞ കളറ് പൂവ് ഉണ്ടോ, അതാണ് കേട്ടോ മുക്കുറ്റി. അപ്പം നമ്മളത് ഇങ്ങനെ കടയോടെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പം അമ്മ ഒരെണ്ണം പറിച്ചു, അതേണ്ട് ദേ ഞാൻ പറക്കുകയാണ് കേട്ടോ. കണ്ടോ, അങ്ങനെ സക്സസ്ഫുള്ളി കിട്ടി. ഗൈസ്, അപ്പം നമ്മൾ മൂക്കുറ്റി വെക്കാൻ പോവാണ്.
ഗൈസ്, അപ്പൊ ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. അപ്പോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കൈനീട്ടം നമുക്ക് കിട്ടുന്നതും നമ്മൾ അതുപോലെ തന്നെ കൊടുക്കുന്നതും വളരെ നല്ല കാര്യമാണെന്നാണ് പറയപ്പെടുന്നത്. പപ്പ എനിക്ക് കൈനീട്ടം തരാം. അപ്പോൾ ദേ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. ഞാനും പപ്പയും കൂടിയാണ് പോകുന്നത്. അമ്മ ഓൾറെഡി രാവിലെ തന്നെ പോയിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പം മഴ മാറിയ നേരത്ത് ഇറങ്ങുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഭയങ്കര മഴയാണല്ലോ. അപ്പം ഞങ്ങൾ അമ്പലത്തിലെത്തി. ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് കേട്ടോ പോവാറ്. അപ്പം അവിടെ എത്തി. അപ്പം അവിടെ എത്തിയിട്ട് ഇതേ നടക്കാണ് കേട്ടോ. പപ്പ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേ ഞാനിങ്ങനെ നടക്കാണ്. അപ്പോൾ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ ഔഷധക്കഞ്ഞി കിട്ടിയിരുന്നു. ഔഷധക്കഞ്ഞിയും ഇത് ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രസാദമൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ ചുമ്മിങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ ഇട്ടു, ഇങ്ങനെ പ്രസാദമൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ വന്ന് അമ്പലത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അല്ല. ഞാനിപ്പോൾ മിക്ക ദിവസങ്ങളിലും അമ്പലത്തിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പട്ടുപാവാടയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വന്നു, കുറച്ചും കൂടി നാടൻ ലുക്കിൽ വരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇന്ന് തന്നെ കർക്കിടക മാസത്തിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചുമ്മാ എന്താ പറയുക, ഒരു ഡ്രൈവ് പോലെ വണ്ടിയിൽ ഇങ്ങനെ പോയിട്ടോ, ഒരു സ്ഥലം നോക്കിയിട്ട്, സ്ഥിരം ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി എന്തെങ്കിലും സ്ഥലം നോക്കിയിട്ട് അങ്ങനെ പോയതാണ്. ആദ്യം നമ്മളൊരു സ്ഥലത്തെത്തി, അവിടെ മഴ ചതിച്ചു ഗൈസ്. ഒരു വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാട്. അപ്പോൾ മഴ നല്ലോണം കൂടി ഗൈസ്. ഞാൻ ആദ്യം പാടുന്ന ഒരു പാട്ട് ഷൂട്ട് ചെയ്തു മഴയത്ത് നിന്ന്, പക്ഷെ മഴയുടെ നല്ല ഒച്ചയുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് കാറി കയറി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ചാച്ചാ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.